അസ്സലാമലൈക്കും. സീനാസ് ഫുഡ് ഡയറീസിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സീഡ്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ സീഡ്സ് വേറൊന്നുമല്ല, നമ്മുടെ റവ കൊണ്ടുള്ള ലഡ്ഡുവാണേ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഡ്ഡുവാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഡ്ഡുവാണിത്. ഇത് ചെറിയ മക്കൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ലഡ്ഡു എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ഇതിന് വേണ്ടി ആദ്യമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് 250 ml മെഷറിംഗ് കപ്പിന് 1.5 കപ്പ് റവ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് വറുത്ത റവയാണ് കേട്ടോ. വറുക്കാത്ത റവയായിരുന്നാലും കുഴപ്പമില്ല. ഏത് റവ കൊണ്ടും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 1.5 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതേ കപ്പിൽ തന്നെ 1 കപ്പ് പശുവിൻ പാലും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഈ പശുവിൻ പാൽ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഈ റവയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ച് നോക്കാം. അപ്പോൾ പകുതി ഒഴിച്ചു കൊടുത്തപ്പോൾ നമുക്ക് ഇത് നേരെ കുഴഞ്ഞ് കിട്ടിയിട്ടില്ല. ബാക്കി കുറച്ചും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൽ നിന്നൊരു 1/4 കപ്പ് പാലും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി 1/4 കപ്പ് പാല് മിച്ചം വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുഴച്ച് നോക്കാം. ഇപ്പോൾ ഇത് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ച് നോക്കിയപ്പോൾ കുറച്ചും കൂടി പാല് ചേരും കേട്ടോ. ബാക്കിയുള്ള പാല് കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് മൊത്തം പാലും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1.5 കപ്പ് റവയ്ക്ക് നമുക്ക് 1 കപ്പ് പാലും ഇതിൽ കറക്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്ന് അമർത്തി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് ഒന്നും കൂടി ഒന്ന് സോക്കാവാൻ മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതാ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ റവ നന്നായിട്ട് മൊത്തം നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ റവയുടെ കൺസിസ്റ്റൻസി നോക്കിയേ, കണ്ടില്ലേ? നല്ല ഈ നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ ഒന്ന് ലൂസായിട്ട് കുഴച്ചെടുക്കില്ലേ, അതുപോലെ ഇരിക്കും നമ്മുടെ ബാറ്റർ. ഇനി നമുക്ക് ഇത് ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിൽ ബോളുകളാക്കി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കൈവെള്ളയിൽ വെച്ചൊന്ന് പതിച്ചെടുക്കണമേ. ഇതുപോലെയാണ് ഞാൻ ചെയ്ത് എണ്ണയിലിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് നേരത്തെ കാണിച്ചതുപോലെ ഒരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള ബോളുകളാക്കി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പതിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അത് പെട്ടെന്ന് നല്ല ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ഒന്ന് ഒന്ന് പരത്തിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുഴച്ചതിൽ നിന്ന് പകുതിയോളം ബോളുകളാക്കി എടുത്തിട്ട് പരത്തി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ടൊന്ന് രണ്ട് പുറവും ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് രണ്ട് പുറവും നന്നായിട്ട് ഗോൾഡൻ കളറാക്കി എടുക്കണമേ. ചെറിയ ഗോൾഡൻ കളർ ഇത്ര മതിയാവും. അപ്പോൾ ഞാൻ എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് ഇതേപോലെ ആദ്യം ഇട്ടത് ഒന്ന് ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. ആദ്യം ഇട്ടത് നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണേ. അപ്പോൾ ആദ്യം നമ്മൾ പതിച്ചിട്ട റവയുടെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. അങ്ങനെ എല്ലാം ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്കിത് എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഇട്ടതൊക്കെ ഞാനൊന്ന് മാറ്റിയെടുക്കുകയാണ്. ഫ്രൈ ആയതൊക്കെ ഒന്ന് ഇതുപോലെ കണ്ണാപ്പയിൽ എടുത്തിട്ട് ഒന്ന് ചരിച്ച് പിടിച്ചു കൊടുക്കുക. എണ്ണയൊക്കെ ഒന്ന് വടിഞ്ഞു പോകാനാണേ. അപ്പോൾ ആദ്യത്തേത് മൊത്തം ഞാൻ ഇതുപോലെ ഗോൾഡൻ കളർ ആകുന്നത് നോക്കി ഒന്ന് പാനിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ആദ്യം ഇട്ട ബാച്ച് ഞാൻ മൊത്തം എന്താ കോരിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള റവയും കൂടി നമുക്കിതുപോലെ തന്നെ ഒന്ന് പരത്തി ഇട്ട് കൊടുക്കാം. രണ്ടാമത്തെ ബാച്ച് മൊത്തത്തിൽ ഞാൻ എന്താ പരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. 2 ബാച്ചായിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തതും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ റവ മൊത്തം ഞാൻ എന്താ ഇതുപോലെ ഉരുളകളാക്കിയിട്ട് ഒന്ന് പതിച്ച് എണ്ണയിലിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാൻ വെക്കണം. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഞാനിട്ട് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു ജാറിലേക്ക് നമുക്ക് ഇതിൻ്റെ പകുതി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് ആദ്യത്തേത് ഞാൻ എന്താ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് ക്രംസ് ഒക്കെ ഇല്ലേ, അതുപോലെ ഇരിക്കും പൊടിച്ചെടുക്കുമ്പോൾ. ഇത് നമുക്ക് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. രണ്ടാമത്തെ ഇതും നമുക്ക് ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കാം. അപ്പോൾ മൊത്തം റവയും ഞാൻ എന്താ ഫ്രൈ ചെയ്തത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡ് ക്രംസ് പൊടിച്ചെടുത്തതുപോലെ ഞാൻ എന്താ ചെറിയ ചൂട് കാണുമേ, അത് നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം റവ എടുത്ത കപ്പിൽ തന്നെയാണ് 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ നമ്മുടെ പൊടിച്ച റവയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ ചൂടോടുകൂടി നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ആ പഞ്ചസാര മൊത്തവും നമ്മുടെ ആ റവയിൽ അലിഞ്ഞു ചേരുമേ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇട്ട പഞ്ചസാര മൊത്തം ഞാൻ റവയുമായിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായി ചെയ്യേണ്ടത് കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും ഒന്ന് നെയ്യിൽ വറുത്തെടുക്കണം. അതിനുവേണ്ടി ആദ്യം നമ്മൾ റവ പൊരിച്ചെടുത്ത അതേ പാൻ തന്നെ ആ എണ്ണ മാറ്റി കൊടുത്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് 2-2.5 ടേബിൾ സ്പൂൺ വരെ നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, എങ്കിലേ ഇതിൽ ടേസ്റ്റ് ഉണ്ടാവൂ. ലഡുവിന് നമ്മൾ എപ്പോഴും നെയ്യാണല്ലോ ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരു 2.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 കപ്പ് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഇതൊരു ചെറിയ ബ്രൗൺ കളറായി കിട്ടണം. അതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കുമ്പോൾ നമ്മുടെ കിസ്മിസും അണ്ടിപ്പരിപ്പൊക്കെ നന്നായിട്ടൊരു ചെറിയ ബ്രൗൺ കളറായി കിട്ടുമേ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ കിസ്മിസും അണ്ടിപ്പരിപ്പും നന്നായിട്ടൊരു ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്ര മതി കേട്ടോ. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇത് ആ ചെറിയ ചൂടോടുകൂടി തന്നെ നമ്മുടെ റവ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ
അപ്പോൾ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ റവയും പഞ്ചസാരയും കിസ്മിസും അണ്ടിപ്പരിപ്പും എല്ലാം നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. അടുത്തതായി ഇതിലേക്ക് കുറച്ച് ആൽമണ്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ കാണും കേട്ടോ. അതൊന്ന് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് പിസ്ത ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ പിസ്ത ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആൽമണ്ട് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ചൂടുണ്ട് കേട്ടോ. ഈ ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് ലഡു ഉരുളകളാക്കി എടുക്കുന്നത് പോലെ നന്നായിട്ട് ഒരു നാരങ്ങയുടെ വലിപ്പത്തിൽ, ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിൽ നമുക്ക് ഇതൊന്ന് ബോളുകളാക്കി നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ബോളുകളാക്കി എടുക്കാം. ചെറിയ ചൂടോടുകൂടി നമ്മൾ ഇതുപോലെ ബോളുകളാക്കി എടുക്കുമ്പോൾ നന്നായിട്ട് ഇത് കിട്ടുമ്പോൾ നല്ല സെറ്റായി കിട്ടുമേ. അപ്പോൾ ഓരോന്നും ഇതുപോലെ നമുക്ക് ബോളുകളാക്കി എടുക്കാം. അപ്പോൾ ബാക്കിയുള്ള എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ പ്രസ് ചെയ്ത് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ മൊത്തം ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റവ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, കൊച്ചുമക്കൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുകയെ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ റവ ലഡു ഇത് എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇരിക്കും തോറും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ആ ലഡുവും ബദാമും കിസ്മിസും ഒക്കെ ചേർന്നിരിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഈ ലഡു കഴിക്കാൻ. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊന്നെടുത്ത് പുലർന്ന് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ് കേട്ടോ നമ്മുടെ ലഡു. ആ നെയ്യൊക്കെ ചേർന്നിരിക്കുന്നതുകൊണ്ട് നല്ല മണവുമാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം ആ തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്കെത്തും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. അതുവരേക്ക് എല്ലാവർക്കും താങ്ക് യു.